ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി സ്പെക്ട്രം. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. പരിരക്ഷാ പദ്ധതി അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണിത്. അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്കിരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകും. അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകും. അടിയന്തര സഹായമായതിനാൽ വരുമാന പരിധി ഒഴിവാക്കിയിട്ടുണ്ട്. 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അനുവദിക്കാം. അതിനു മുകളിലുള്ള തുക അനുവദിക്കുന്നത് ജില്ലാ കളക്ടർ ചെയർമാനായുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. പരിരക്ഷാ പദ്ധതി അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ്. 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന് അനുവദിക്കാം. പരിരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത്: അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതി, വരുമാന പരിധിയില്ല, 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അനുവദിക്കാം. എല്ലാം ശരിയാണ്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതി മാതൃയാനം. വിവ കേരളം, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവ കേരളം. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവ കേരളം. സ്വയം പ്രഭ ഹോം, മുതിർന്ന പൗരന്മാർക്കിടയിൽ സാമൂഹിക ഇടപെടലിനുള്ള അവസരം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം സായം പ്രഭ ഹോം. മുതിർന്ന പൗരന്മാർക്കിടയിൽ സാമൂഹിക ഇടപെടലിനുള്ള അവസരം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം. വയോ അമൃതം, സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വയോ അമൃതം. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതി. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏത്? വയോ അമൃതം പദ്ധതി. അശ്വമേധം. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. മൃതസഞ്ജീവിനി, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി 2012 ഓഗസ്റ്റ് 12 നിലവിൽ വന്നു. ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. മൃതസഞ്ജീവനി, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. ഇതിന്റെ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്ന ഏജൻസി KNOS, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. ഇപ്പോൾ ഇത് KSOTTOയുടെ ഭാഗമാണ്, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? മൃതസഞ്ജീവനി. അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി.
മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മ രക്ഷ. ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മ രക്ഷ. സ്നേഹസാന്ത്വനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി? സ്നേഹസാന്ത്വനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി? ശയ്യാവലംബരായ രോഗികൾ പ്രതിമാസം 2000 രൂപ, സാധാരണ രോഗികൾ പ്രതിമാസം 1000 രൂപ, കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം. ശയ്യാവലംബരായ രോഗികൾ പ്രതിമാസം 2000 രൂപ, സാധാരണ രോഗികൾ പ്രതിമാസം 1000 രൂപ, കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കു വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹസാന്ത്വനം. KASP കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. KASP കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഹൃദ്യം. ഹൃദയ സംബന്ധമായി തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കാതോരം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി കാതോരം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുഹൃതം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി വയോമധുരം പദ്ധതി. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി വയോമധുരം പദ്ധതി. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? താലോലം. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി താലോലം. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വൺ ഹെൽത്ത്. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വൺ ഹെൽത്ത്.
പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. ജീവിതശൈലീ രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. ജീവിതശൈലീ രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹപൂർവം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി വയോ അമൃതം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? മൃതസഞ്ജീവനി. പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥയുണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് ആരംഭിച്ച പദ്ധതി പാദം പാതുകാപ്പോം. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ജീനോം ഇന്ത്യ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി നിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണായക ക്യാമ്പയിൻ അശ്വമേധം. കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയ. കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയ. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മൃതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിനായുള്ള ആശ്വാസ് പദ്ധതി നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ്. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിനുള്ള ആശ്വാസ് പദ്ധതി നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ്. സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്ന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച കേരള സർക്കാർ സംവിധാനം വാട്ടർ ബെൽ. സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്ന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച കേരള സർക്കാർ സംവിധാനം വാട്ടർ ബെൽ. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതി സ്നേഹരാമം പദ്ധതി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതി സ്നേഹരാമം പദ്ധതി. കാലാഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി NPRUD, ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവർ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം
ചെനാബ് പാലം, റിയാസി ജില്ല. സമുദ്രനിരപ്പിൽ നിന്നും 359 കിലോമീറ്റർ ഉയരത്തിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 359 കിലോമീറ്റർ ഉയരത്തിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. നീളം 1315 മീറ്റർ ആണ്. ഈ പാലം ഇനാഗ്രേഷൻ ചെയ്തത് ജൂൺ 6, 2025 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പ് കോർട്ട് ക്ലിക്ക്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത നഫ്രീന ലത്തീഫ്. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ആറളം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ആറളം. ആഗോളതലത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റ് മണവാട്ടി. സിനിമാ നടൻ ഇന്നസെന്റിന്റെ അനുഭവ കഥയായ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് യൂസഫ് സാഹിദ് നദൂവി. മലയാള സിനിമാ നടൻ ബഹദൂറിന്റെ പേരിൽ പുറത്തിറങ്ങിയ ലിപി ബഹദൂർ അക്ഷരങ്ങൾ. മലയാള സിനിമാ നടൻ ബഹദൂറിന്റെ പേരിൽ പുറത്തിറങ്ങിയ ലിപിയാണ് ബഹദൂർ അക്ഷരങ്ങൾ. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തി ടി.കെ. മിനിമോൾ. സാഗർമല പദ്ധതി ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലം. സാഗർമല പദ്ധതി ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലം. ഏറ്റവും വലിയ സംരക്ഷണ കണ്ടൽക്കാടുള്ളത് കണ്ണൂർ, 226 ഹെക്ടർ. ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽക്കാട് ഉള്ളത് കണ്ണൂരാണ്. പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരളത്തിൽ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. അർബുദ കോശങ്ങൾ പെരുകുന്നതിന്റെ ജനിതക രഹസ്യം കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ഡോക്ടർ റോബിൻ സെബാസ്റ്റ്യൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തി ദവീദ് കറ്റാല, സ്പാനിഷ് കോച്ച്. ഭട്നാഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളി ഡോക്ടർ എ അജയ് ഘോഷ്. ഭട്നാഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ എ അജയ് ഘോഷ്. വനത്തിനുള്ളിലോ പുറത്തോ വെച്ച് പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിച്ചാൽ നഷ്ടപരിഹാരമായി ലഭിക്കുന്ന തുക 4 ലക്ഷം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും രാജ്യത്ത് ആദ്യമായി സർക്കാരിൻ്റെ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ നിർമ്മിച്ച 103 അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ ഉൾപ്പെട്ടത് ചിറയൻകീഴ്, വടകര. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം തോട്ടപ്പള്ളി നാലിച്ചിറ പാലം, ആലപ്പുഴ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയ സർക്കാർ ആശുപത്രി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയ സർക്കാർ ആശുപത്രി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് വന്നത് ബേക്കൽ, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് മയിലാട്ടി, കാസർഗോഡ്. മയക്കുമരുന്ന് പരിശോധനകൾ ശക്തമാക്കുന്നതിനായി കേരള സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന പരിശോധന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത് കൈരളി തിയേറ്റർ, തിരുവനന്തപുരം. സിനിമയിലെ അക്രമരംഗങ്ങൾ മഹത്വൽക്കരിക്കപ്പെടുന്നത് സമൂഹത്തെ സ്വാധീനിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി. സിനിമയിലെ അക്രമരംഗങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി. സർപ്പ ആപ്പ്
ബ്രാൻഡ് അംബാസഡറായ വ്യക്തി ടൊവിനോ. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭം ബെയ്ലി. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭമാണ് ബെയ്ലി. ദേശീയപാതയിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ, കൊല്ലം. ദേശീയപാതയിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ. പത്മ ബഹുമതി നേടിയ ഏക കോലധാരി പത്മശ്രീ നാരായണ പെരുവണ്ണാൻ. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പാണ് ആക്രി ആപ്പ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ളത് കാസർഗോഡ്, ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശമുള്ളത് കോട്ടയം. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ളത് കാസർഗോഡ്, ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശമുള്ളത് കോട്ടയം. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 4 ലക്ഷം രൂപ. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ കെയർ FM 89.6. കേരളത്തിലെ ആദ്യ ദേശീയ വനിതാ ജൂഡോ റഫറി ജെ ജയശ്രീ. കേരള ടൂറിസം മേഖലയിൽ ആദ്യ സോളാർ വള്ളം കതിരവൻ. സംസ്ഥാനത്ത് മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതി കെ ഹോംസ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേക്ക് കപ്പയം തേക്ക്, ആതിരപ്പള്ളി. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായ പിന്നണി ഗായകൻ ശ്രീനിവാസ്. കേരളത്തിൽ GST വരുമാനത്തിലുണ്ടായ വർധന 8%. കേരളത്തിലെ GST വരുമാനത്തിലുണ്ടായ വർധന 8%. സംസ്ഥാനത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസിൻ്റെ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സംസ്ഥാനത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാകാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട്. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷക ബാല്യം. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചെറിയാൻ. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ KM ചെറിയാൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര് കവചം. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം. കടലേറ്റം, തീവ്രമഴ, കാറ്റ്, ചൂട് എന്നിവയുടെ തീവ്രതയ്ക്കനുസരിച്ച് നിറങ്ങൾ പ്രകാശിപ്പിച്ച് വ്യത്യസ്ത ശബ്ദങ്ങൾ മുന്നറിയിപ്പ് നൽകും. വീട്ടിലെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗി പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്നതിനായി സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സഖി. മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്രം അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശം പൂവാർ, തിരുവനന്തപുരം. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനാണ് അശ്വമേധം.
കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായി വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമായത് കോഴിക്കോട്. സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച പ്രദേശം കഞ്ചിക്കോട്, പാലക്കാട്. സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത് പദ്ധതി. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചി. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ആടുജീവിതം. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരം ദിവി ബിജേഷ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ വ്യക്തി ജഗതി ശ്രീകുമാർ. നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവർക്ക്, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഗ്രീൻ സേഫ്. 2024 ഐവറി പുരസ്കാരം ലഭിച്ച വ്യക്തി KS ചിത്ര. BSNLന്റെ പുതിയ മൊബൈൽ ആപ്പ് PJ ആന്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചി. BSNLന്റെ പുതിയ മൊബൈൽ ആപ്പ് PJ ആന്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLന്റെ പദ്ധതി വിദ്യാമിത്രം. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിനാണ് മേഘസ്പർശം. കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിൻ മേഘസ്പർശം. കാർഷിക സർവകലാശാല വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ പ്രജനി പ്രഗതി. കഥകളി ആചാര്യർ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം മനോദരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം മനോദരം. MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേര് MD നിള. MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേര് MD നിള. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭം ഇടം. ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെന്റ്. പുതുവർഷത്തിൽ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന 3 പദ്ധതികളാണ് വാട്സപ്പ് ചാറ്റ് ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ്, ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്ത്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 3ാമത്തെ ആണവ മുങ്ങിക്കപ്പലാണ് അരിതമാൻ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. കൃതി ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബാസ്തി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ യുദ്ധ ഹെലികോപ്റ്ററാണ് പ്രജന്റ് 156. 2.5 കിലോമീറ്റർ ഉയരത്തിലുള്ള മിസൈലുകളെ ഭസ്മമാക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര. വികസിപ്പിച്ചത് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ്. രുദ്രാസ്ത്രയുടെ പരിധി 170 കിലോമീറ്റർ. താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യയുടെ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ. രാജ്യത്തെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതയായ ആദ്യ വനിത ഡോക്ടർ പൂനം ഗുപ്ത. റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതയായ ആദ്യ വനിത ഡോക്ടർ പൂനം ഗുപ്ത. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത.
ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുത്തത് അതിഷി മർലേന. 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബഹാദൂർ സിംഗ് സാഗു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. രഞ്ജി ട്രോഫി 2024-25 സീസൺ ജേതാക്കൾ വിദർഭ. ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ശ്രീഹരി 2025 ജലസുസ്ഥിര സമ്മേളനം സംഘടിപ്പിച്ച നഗരം ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഗാസിയാബാദ്. ഇന്ത്യയുമായി 2020 മുതൽ നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസും മാനസ സരോവർ യാത്രയും പുനരാരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈന. 2025 മാർച്ചിൽ പുറത്തിറങ്ങിയ ഇന്ത്യയുടെ ചരിത്രപരമായ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ചുള്ള പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി, കാർല ജോയിൻസൺ. ഇന്ത്യയിൽ റാംസർ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയവ രാജസ്ഥാൻ ഫലോഡിയിലെ ഗിച്ചൻ, ഉദയ്പൂരിലെ മേനാർ. ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 91. 100 കോടി ഡോളറിൽ അധികം മൂല്യമുള്ള കമ്പനികളുടെ ആഗോള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 2025-35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ മൊത്തം ജലവൈദ്യുത സാധ്യതയുടെ ഏകദേശം 40 മുതൽ 45% അരുണാചൽ പ്രദേശിലുണ്ട്. ഇന്ത്യയുടെ മൊത്തം ജലവൈദ്യുത സാധ്യതയുടെ ഏകദേശം 40 മുതൽ 45% വരെ അരുണാചൽ പ്രദേശിലുണ്ട്. ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയ ഹെലികോപ്റ്ററാണ് ഇൻജെനുവിറ്റി. ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയ ഹെലികോപ്റ്റർ ഇൻജെനുവിറ്റി ഭൂമിയല്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആദ്യമായി പറന്ന ഹെലികോപ്റ്ററാണിത്. 2024 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ചരിത്രത്തിലാദ്യമായി സിവിലിയന്മാരെ ബഹിരാകാശ നടത്തത്തിന് അയച്ച സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം പൊളാരിസ് ഡോൺ. 2024 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ചരിത്രത്തിലാദ്യമായി സിവിലിയന്മാരെ ബഹിരാകാശ നടത്തത്തിന് അയച്ച സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകമാണ് പൊളാരിസ് ഡോൺ. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യമാണ് SLIM, സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. ചന്ദ്രനിൽ ഇറങ്ങിയത് 2024 ജനുവരി 19. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യമാണ് SLIM, സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. 2024 മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റ് കൈറോസ്. 2024 മാർച്ചിൽ വിക്ഷേപണത്തിനു പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റാണ് കൈറോസ്. ഐൻസ്റ്റീൻ പ്രോബ് എക്സ്റേ സ്പേസ് ടെലിസ്കോപ്പ് മിഷൻ ദൗത്യം ആരംഭിച്ച രാജ്യം ചൈന. ഐൻസ്റ്റീൻ പ്രോബ് എക്സ്റേ സ്പേസ് ടെലിസ്കോപ്പ് ദൗത്യം ആരംഭിച്ച രാജ്യമാണ് ചൈന. ലൂപെക്സ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ ദൗത്യത്തിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ ഏജൻസികൾ ഏതാണ്? ISROയും ജാക്സയും. ഇന്ത്യയും ജപ്പാനും. ജാക്സ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ഗ്രഹപ്രതിരോധ പരീക്ഷണമായി ഒരു ചിഹ്നഗ്രഹത്തിനെ ഇടിച്ച് വ്യതിചലിപ്പിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഡാർട്ട്. ഗ്രഹപ്രതിരോധ പരീക്ഷണമായി ഒരു ചിഹ്നഗ്രഹത്തെ ഇടിച്ച് വ്യതിചലിപ്പിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഡാർട്ട്. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമേതാണ്? ലൂസി. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? ലൂസി.
ഏത് പ്രോഗ്രാമിന് കീഴിലാണ് ISRO ബഹിരാകാശത്ത് വിത്ത് മുളയ്ക്കൽ പരീക്ഷണം നടത്തിയത്? ക്രോപ്സ്. ഏത് പ്രോഗ്രാമിന് കീഴിലാണ് ISRO ബഹിരാകാശത്ത് വിത്ത് മുളയ്ക്കൽ പരീക്ഷണം നടത്തിയത്? കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ്. ക്രോപ്സ്. 2026 ചന്ദ്രനിലേക്ക് പറക്കാൻ പദ്ധതിയിട്ടിരുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിൻ്റെയും ഓറിയോൺ ബഹിരാകാശ പേടകത്തിൻ്റെയും ആദ്യത്തെ ക്രൂ ടെസ്റ്റ് ഫ്ലൈറ്റ് ആകാൻ പോകുന്ന നാസ ദൗത്യമേതാണ്? ആർടെമിസ് 2. ചന്ദ്രൻ്റെ മറുവശത്തു നിന്ന് പാറകൾ കൊണ്ടുവന്ന ചൈനീസ് ദൗത്യത്തിൻ്റെ പേരെന്താണ്? ചാൻജ്-E6. അടുത്തിടെ വാർത്തകളിൽ കണ്ട എർത്ത് കെയർ ഉപഗ്രഹ ദൗത്യം ഏതൊക്കെ 2 ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സംയുക്ത സംഭരണമാണ്? ESA JAXA യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും തമ്മിലുള്ള സംയുക്ത സംഭരണമാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട എർത്ത് കെയർ ഉപഗ്രഹ ദൗത്യം. 2024 ഓഗസ്റ്റ് 4 നാസയ്ക്കായി സ്പേസ് എക്സ് വിക്ഷേപിച്ച പേടകമാണ് സിഗ്നസ് ബഹിരാകാശ പേടകം. 2024 ഓഗസ്റ്റ് 4 നാസയ്ക്കായി സ്പേസ് എക്സ് വിക്ഷേപിച്ച പേടകം സിഗ്നസ് ബഹിരാകാശ പേടകം. 2025 വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്ന നാസ റദ്ദാക്കിയ ദൗത്യമാണ് വൈപ്പർ, വോളറ്റൈൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ. ഏത് രാജ്യമാണ് ആദ്യത്തെ അങ്കാര A5 ബഹിരാകാശ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത്? റഷ്യ. 2024 മാർച്ച് 26 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത റഷ്യൻ ബഹിരാകാശ പേടകമേതാണ്? സോയൂസ് MS-25. 2024 മാർച്ച് 26 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത റഷ്യൻ ബഹിരാകാശ പേടകം സോയൂസ് MS-25. നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ടുള്ള ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ചൊവ്വയിൽ ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തിയ ധാതു ഏതാണ്? സിഡറൈറ്റ്. ചൊവ്വയിൽ ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തിയ ധാതുവാണ് സിഡറൈറ്റ്. ഫയർസാറ്റ് ഉപഗ്രഹ പദ്ധതിക്ക് ധനസഹായം നൽകിയ സംഘടന ഏതാണ്? ഗൂഗിൾ. ഫയർസാറ്റ് ഉപഗ്രഹ പദ്ധതിക്ക് ധനസഹായം നൽകിയ സംഘടന ഗൂഗിൾ. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ബഹിരാകാശ ദൂരദർശിനി എന്നറിയപ്പെടുന്ന നാസ വിക്ഷേപിച്ച ദൂരദർശിനി ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. 25 ഡിസംബർ 2021. 2024 ജനുവരിയിൽ ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായ തമോഗർത്തം ബ്ലാക്ക് ഹോൾ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണിത്. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ബഹിരാകാശ ദൂരദർശിനി എന്നറിയപ്പെടുന്ന നാസ വിക്ഷേപിച്ച ദൂരദർശിനി ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. 25 ഡിസംബർ 2021. ഭൂമിയുടെ അന്തരീക്ഷ ഘടന, കാലാവസ്ഥാ രീതികൾ എന്നിവയുടെ ആഗോള നിരീക്ഷണങ്ങൾ നൽകുന്നതിനായി പേസ് ദൗത്യം ആരംഭിച്ച ബഹിരാകാശ ഏജൻസി നാസ. ഭൂമിയുടെ അന്തരീക്ഷ ഘടന, കാലാവസ്ഥാ രീതികൾ എന്നിവയുടെ ആഗോള നിരീക്ഷണങ്ങൾ നൽകുന്നതിനായി പേസ് ദൗത്യം ആരംഭിച്ച ബഹിരാകാശ ഏജൻസി നാസ. 2025 ജനുവരി 30 ബഹിരാകാശ നടത്ത റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രികയാരാണ്? സുനിത വില്യംസ്. 62 മണിക്കൂർ 6 മിനിറ്റ്. 2025 ജനുവരി 30 ബഹിരാകാശ നടത്ത റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. മിഷന്റെ പ്രധാന വിവരങ്ങളാണ്: വിക്ഷേപണം നടന്നത് 2024 ജൂൺ 5. വിക്ഷേപണം നടന്നത് 2024 ജൂൺ 5. പേടകം ബോയിങ് സ്റ്റാർലൈനർ. പേടകം ബോയിങ് സ്റ്റാർലൈനറാണ്. ആദ്യത്തെ പദ്ധതിയുടെ ദൈർഘ്യം 8 ദിവസമായിരുന്നു. യഥാർത്ഥ ദൈർഘ്യം 286 ദിവസം. തിരിച്ചെത്തിയത്
2025 മാർച്ച് 18-നാണ്. തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. തിരിച്ചെത്തിയത് 2025 മാർച്ച് 18-ന്. യഥാർത്ഥ ദൈർഘ്യം വരുന്നത് 286 ദിവസം. തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ആദിത്യ L1 മിഷൻ വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2-നാണ്. ആദിത്യ L1 മിഷന്റെ വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2-ന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. വിക്ഷേപണ വാഹനം PSLV C-57. ലക്ഷ്യസ്ഥാനം വരുന്നത് സൂര്യനും ഭൂമിയുമുള്ള ലാർഗ് റേഞ്ച് പോയിന്റ് 1 ആണ്. L1-ലാണ്. L1-ലെത്തിയത് 2024 ജനുവരി 6-നാണ്. ഈ മിഷന്റെ ഓർബിറ്റ് ഹാലോ ഓർബിറ്റാണ് വരുന്നത്. ആദിത്യ L1 മിഷൻ വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2-ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. അടുത്തത് ചന്ദ്രയാൻ 3 വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14-നാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14. വിക്ഷേപണ വാഹനം വരുന്നത് LVM-3M4 GSLV Mk3 ആണ്. ലാൻഡിംഗ് 2023 ഓഗസ്റ്റ് 23-നാണ്. ലാൻഡർ വിക്രം ലാൻഡറാണ്. റോവർ പ്രഗ്യാൻ ലോവർ. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റാഡർ. വിക്ഷേപണം 2025 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. വിക്ഷേപണ വാഹനം GSLV Mk. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ ദൗത്യം നിസാർ. ഇന്ത്യയുടെ ആദ്യത്തെ ശുക്ര ദൗത്യത്തിന്റെ പേരെന്താണ്? ശുക്രയാൻ 1 വീനസ് ഓർബിറ്റർ മിഷൻ. 2028 മാർച്ച് 29-ന് ISRO വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ശുക്രനിലേക്കുള്ള ഇന്ത്യയുടെ ഗ്രഹാന്തര ദൗത്യമാണിത്. ശുക്രയാൻ 1. ISROയുടെ 11ാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ്? V നാരായണൻ. അദ്ദേഹം ബഹിരാകാശ വകുപ്പിന്റെ DOS സെക്രട്ടറി കൂടിയാണ്. ISROയുടെ 11ാമത്തെ ചെയർമാൻ V നാരായണൻ. 2024 ഫെബ്രുവരിയിൽ ISRO ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. എക്സ്പോസാറ്റ് എക്സസ്-റേ പോളാരിമീറ്റർ ഉപഗ്രഹം വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. ഇന്ത്യയുടെ 1ാമത്തെയും ലോകത്തിലെ 2ാമത്തെയും പോളാരിമീറ്റർ ദൗത്യം. ആകാശ സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ് കിരണങ്ങളുടെ ധ്രുവീകരണം പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് ISRO. ഏത് ദൗത്യത്തിനായാണ് ISRO ക്രയോജനിക് എഞ്ചിൻ പരീക്ഷിച്ചത്? LVM-3M6 മിഷൻ. ISROയുടെ ഏറ്റവും ശക്തമായ 3 ഘട്ടങ്ങളിലുള്ള റോക്കറ്റായ LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിവിധ ഭ്രമണപഥങ്ങളിലേക്ക് ഭാരമേറിയ പേലോഡുകൾ വഹിക്കാൻ കഴിവുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഗഗൻയാൻ. ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത 4 ബഹിരാകാശ യാത്രികർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗത് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഗഗൻയാൻ. ഗഗൻയാൻ ഇന്ത്യയെ USA, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം സ്വതന്ത്രമായി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന 4ാമത്തെ രാജ്യമാക്കി മാറ്റും.
ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂർ. ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ISRO രൂപീകരിച്ച സ്ഥാപനം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. ബഹിരാകാശത്ത് സ്വയം നിയന്ത്രിത പേടക ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ISROയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? സ്പാഡെക്സ്, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ വിക്ഷേപണ തീയതി 2024 ഡിസംബർ 30-നാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. വിക്ഷേപണ വാഹനം PSLV C-60. ഫസ്റ്റ് ഡോക്കിംഗ് ജനുവരി 16, 2025. ഫസ്റ്റ് അൺഡോക്കിംഗ് മാർച്ച് 13, 2025. സെക്കൻഡ് ഡോക്കിംഗ് ഏപ്രിൽ 20, 2025. മനുഷ്യ ഇടപെടലില്ലാതെ 15 മീറ്റർ ദൂരത്തിൽ നിന്ന് ഫുള്ളി ഓട്ടോണമസ് ഇന്റർ സാറ്റലൈറ്റ് ഡോക്കിംഗ് നടത്തി. വിജയകരമായ ഡോക്കിങ്ങോടെ US, റഷ്യ, ചൈന എന്നിവയ്ക്കൊപ്പം ഇൻസ്പേസ് ഡോക്കിംഗ് കഴിവുകൾ നേടിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിൻ്റെ പേരെന്താണ്? വിക്രം എസ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ റൂട്ട് എക്സ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണിത്. മിഷൻ പ്രാരംഭ് എന്ന് പേരിട്ടിരിക്കുന്ന റോക്കറ്റിൻ്റെ ആദ്യ പറക്കൽ 2022 നവംബർ 18-ന് നടന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിൻ്റെ പേരാണ് വിക്രം എസ്. ബ്രസീൽ വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഭൗമ്യ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ആമസോണിയ 1. 2024 മാർച്ച് 22-ന് കർണാടകയിലെ ചിത്രദുർഗ പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇറക്കിയ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. 2024 മാർച്ച് 22-ന് കർണാടകയിലെ ചിത്രഗുപ്ത പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇതിറക്കി. 2024 ജോൺ എൽ ജാക്ക് സ്വീഗർട്ട് ജൂനിയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മിഷൻ ടീമിന് 2024 ലഭിച്ച അവാർഡാണ് ജോൺ എൽ ജാക്ക് സ്വീഗർ ജൂനിയർ അവാർഡ്. മംഗൾയാൻ 2 ദൗത്യം വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? LV-M3, GSLV MK3. ശക്തിസാറ്റ് ദൗത്യം ആരംഭിച്ച സംഘടന ഏതാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ. 108 രാജ്യങ്ങളിൽ നിന്നുള്ള 14-18 വയസ്സ് പ്രായമുള്ള 12,000 പെൺകുട്ടികൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരീക്ഷണം നൽകുക. ശക്തിസാറ്റ് ദൗത്യം ആരംഭിച്ച സംഘടന സ്പേസ് കിഡ്സ് ഇന്ത്യ. ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് ഭാരത് അന്തരീക്ഷ് സ്റ്റേഷൻ. 2035 ആകുമ്പോഴേക്കും ഭാരത അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും 2040 ആകുമ്പോഴേക്കും ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിൽ ഇറക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു. ഇന്ത്യയുടെ നിർദ്ദിഷ്ട തദ്ദേശിക ബഹിരാകാശ നിലയ പദ്ധതികളിൽ ഏതൊക്കെ 2 സംഘടനകളാണ് സഹകരിക്കുന്നത്? ISRO, DBT, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. മേജർ അറ്റ്മോസ്ഫിയറിക് ചെറൻകോവ് എക്സ്പെരിമെൻറ്റ് ഒബ്സർവേറ്ററി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. ഇനാഗ്രേറ്റ് ചെയ്തത് ഒക്ടോബർ 4, 2024. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4300 മീറ്റർ 14,107 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഇമേജിംഗ് ചെറൻകോവ് ദൂരദർശിനിയാണ്. 2024 പൂർണ്ണമായും 3D പ്രിന്റഡ് എഞ്ചിനുള്ള ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യൻ ദൗത്യമേതാണ്? അഗ്നിബാൻ. വിക്ഷേപണ തീയതി 2024 മെയ് 30. അഗ്നികുൾ ലോഞ്ച് പാഡ് ALP-01 ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം അഗ്നിബാൻ സോർട്ട്.
മദ്രാസ് IITയിൽ സ്ഥാപിതമായ ഇന്ത്യൻ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ചെടുത്ത ഒരു സബ് ഓർബിറ്റൽ പരീക്ഷണ പറക്കലാണ് അഗ്നിബാൻ സോർട്ടഡ്. ഇന്ത്യയിൽ ഒരു സ്വകാര്യ വിക്ഷേപണ പാഡിൽ നടന്ന ആദ്യ വിക്ഷേപണമാണിത്. സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി ISRO നടത്തിയ ദൗത്യമേതാണ്? പ്രോബ 3. വിക്ഷേപണ തീയതി 2024 ഡിസംബർ 5. സതീഷ് ധവാൻ സ്പേസ് സെന്റർ. വിക്ഷേപണ വാഹനം PSLV XLC-59. 2024 നവംബർ 19 കേപ്പ് കാനവറിൽ നിന്ന് സ്പേസ് എക്സ് വിക്ഷേപിച്ച ISRO ഉപഗ്രഹം ഏതാണ്? GSAT-20. ഫ്ലോറിഡയിലെ കേപ്പ് കാനവറിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനവും ദുരന്ത മുന്നറിയിപ്പും വർദ്ധിക്കുന്നതിനായി 2024 ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DS. വിക്ഷേപണ തീയതി 2024 ഫെബ്രുവരി 17. സതീഷ് ധവാൻ സ്പേസ് സെന്റർ. വിക്ഷേപണ വാഹനം GSLV F-14. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണത്തിലൂടെ ISRO വിക്ഷേപിച്ച ഉപഗ്രഹം NVS-02 നാവിഗേഷൻ സാറ്റലൈറ്റ്. വിക്ഷേപണം 2025 ജനുവരി 29. വിക്ഷേപണ വാഹനം GSLV F-15. PSLVയുടെ 4ാം ഘട്ട നോസിലിൽ കൊളംബിയത്തിന് പകരം ISRO ഏത് ലോഹ സങ്കരമാണ് ഉപയോഗിച്ചത്? സ്റ്റെലൈറ്റ്. PSLVയുടെ 4ാം ഘട്ട നോസിയിൽ കൊളംബിയത്തിന് പകരം ISRO ഏത് ലോഹ സങ്കരമാണ് ഉപയോഗിച്ചത്? സ്റ്റെലൈറ്റ്. ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആക്സിയം മിഷൻ 4ന്റെ പൈലറ്റ് ചെയ്തത് ശുഭാൻശു ശുക്ലയാണ്. ISS സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകും. 2025 ജൂൺ 8 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് 2025 ജൂൺ 8 വിക്ഷേപിച്ചു. ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആക്സിയം മിഷൻ 4 പൈലറ്റ് ചെയ്യുന്നത് ശുഭാൻശു ശുക്ലയാണ്. ISS സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല. തൊഴിലുറപ്പ് വേതനം 400-ൽ എത്തുന്ന ആദ്യ സംസ്ഥാനം ഹരിയാന. തൊഴിലുറപ്പ് വേതനം 400-ൽ എത്തുന്ന ആദ്യ സംസ്ഥാനം ഹരിയാന. കേരള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർദ്ധിപ്പിച്ച വേതനം 369 രൂപ. കേരള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർദ്ധിപ്പിച്ച വേതനം 369 രൂപ. ഉയർന്ന മിനിമം വേതനമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 3. ഉയർന്ന മിനിമം വേതനമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 3. ഇന്ത്യയിൽ പട്ടികജാതി വർഗീകരണം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിൽ പട്ടികജാതി വർഗീകരണം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. പൂർണ്ണമായും പുനരുപയോഗ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നഗരമാകുന്നത് അമരാവതി. പൂർണ്ണമായും പുനരുപയോഗ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമാകുന്നത് അമരാവതി. വായു മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വാഹനങ്ങൾക്ക് കളർ കോഡ് രാജ്യവ്യാപകമാക്കണമെന്ന് നിർദ്ദേശിച്ചത് സുപ്രീം കോടതി. പെട്രോൾ CNG വാഹനങ്ങൾക്ക് നീല സ്റ്റിക്കർ, ഡീസൽ വാഹനങ്ങൾക്ക് ഓറഞ്ച് സ്റ്റിക്കർ. പെട്രോൾ CNG വാഹനങ്ങൾക്ക് നീല സ്റ്റിക്കർ, ഡീസൽ വാഹനങ്ങൾക്ക് ഓറഞ്ച് സ്റ്റിക്കർ. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? ആന്ധ്രാപ്രദേശ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷ. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത പുഞ്ച് ഹൗസിലെ ഭഗത് സിംഗ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലാഹോർ. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ.
സൊനാമർഗിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഇസഡ്മോർ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് സൊനാമർഗ്, ഗണ്ടൽബൽ ജില്ല, കശ്മീർ. നീളം 6.5 കിലോമീറ്റർ. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. ഗോത്ര വിഭാഗ കർഷകർക്കായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഇന്ദിര സൗരഗിരി ജാല വികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം തെലങ്കാന. INS ഗുൽദാറിനെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഗവേഷകരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രി ജിബാൻ അനുപ്രേരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആസാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി ശാക്തീകരണ ക്യാമ്പയിൻ ധർത്തി ആബ ജൻ ഭാഗിദാരി അഭിയാൻ. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് നക്ഷപ് പദ്ധതി. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം മുതൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാസം 2500 രൂപ നൽകുമെന്ന് വാഗ്ദാനം നടപ്പാക്കാൻ തീരുമാനിച്ച സർക്കാർ ഡൽഹി സർക്കാർ. നഗരത്തിലെ ദരിദ്രരെ സർക്കാർ പദ്ധതികളുമായി ബന്ധിപ്പിക്കുന്നതിനായി ഒഡീഷ സർക്കാർ ആരംഭിച്ച സംരംഭത്തിന്റെ പേര് സഹജോഗ്. കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ജീനോം ഇന്ത്യ പദ്ധതി. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ജീനോം ഇന്ത്യ പദ്ധതി. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി അസുഖം ബാധിച്ചവർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ പദ്ധതി മക്കളെ തേടി മരുത്വം. ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോൾ $500 ബില്യൺ ആക്കി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ച പദ്ധതി മിഷൻ 500. വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പൊതുജനങ്ങൾക്ക് സമഗ്രമായി റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് സ്വറെയിൽ. ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായി ആരംഭിക്കുന്ന പോർട്ടൽ ഡിപ്പോ ദർപ്പൺ. ഇന്ത്യയിലെ ആദ്യത്തെ 3 നാനോമീറ്റർ ചിപ്പ് ഡിസൈൻ സെന്ററുകൾ ആരംഭിക്കുന്നത് നോയിഡ, ബാംഗ്ലൂരു. തൊഴിലില്ലായ്മയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജമ്മു കാശ്മീർ, ഏറ്റവും കുറവ് ഗുജറാത്ത്. തൊഴിലില്ലായ്മയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജമ്മു കാശ്മീർ, ഏറ്റവും കുറവ് ഗുജറാത്ത്. സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് ലഭിച്ച വ്യക്തി നിർമ്മല സീതാരാമൻ. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച് റെക്കോർഡ് ലഭിച്ച വ്യക്തി നിർമ്മല സീതാരാമൻ 8 തവണ. ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത്. ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത്. ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയുടെ പുസ്തകം അടിയന്തരാവസ്ഥ, ഇരുട്ടിന്റെ നിലവിളികൾ. രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ആകാൻ പോകുന്നത് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള അധികാര വികേന്ദ്രീകരണ സൂചിക റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ളത് കർണാടക. കേരളം, തമിഴ്നാട് എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിലാണുള്ളത്. സ്വാതന്ത്ര്യ സംഭാഷണ സൂചികയിൽ 33 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 24. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തെലങ്കാന. സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രസിദ്ധീകരിച്ച സ്ഥാപനം നീതി ആയോഗ്. സാമ്പത്തിക ആരോഗ്യ സൂചി 2025 പ്രസിദ്ധീകരിച്ച സ്ഥാപനം നീതി ആയോഗ്.
സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 15. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില വിലയിരുത്തുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 15. ലേസർ അധിഷ്ഠ ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യം ഇന്ത്യ. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളാണ് നിലവിൽ ഈ ശേഷിയുള്ള മറ്റ് രാജ്യങ്ങൾ. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി നിയമിതയായ ആദ്യ ആഫ്രിക്കൻ വനിത ഷെർലി ബോച്ച്വേ. UK വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ MI6 നയിക്കുന്ന ആദ്യ വനിത ബ്ലെയ്സ് മെട്രേവേലി. 2025 മുതൽ 39 വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നത് ബീറ്റ. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന ബുക്ക് എഴുതിയത് പങ്കജ് മിശ്ര. ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. മ്യാൻമറിന് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിന് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. ഇസ്രയേലിലെ ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനായ വ്യക്തി ജിതേന്ദ്ര പാൽ സിംഗ്. വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. സ്വാതന്ത്ര്യ സംഭാഷണ സൂചികയിൽ 33 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 24. ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ നടത്തിയ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൗത്ത് സുഡാൻ. ലോക സൈനിക ചെലവുകളിലെ പ്രവണതകളുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സംഘടന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബ്രോക്കർ ചൂസറിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം നിക്ഷേപങ്ങൾക്കായുള്ള ഓൺലൈൻ തിരയൽ താൽപ്പര്യത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 13. 2025 ലോക സന്തോഷ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 118. നംബിയോയുടെ 2025 സുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം അണ്ടോറ. ഇന്ത്യയുടെ സ്ഥാനം 66. ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. 1ാം സ്ഥാനം നോർവേ. ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 12. അതിസമ്പന്നരുടെ പട്ടികയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4. അതിസമ്പന്നരുടെ പട്ടികയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4. 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുവിന്റെ ഗുണനിലവാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഏറ്റവും മലിനമായ തലസ്ഥാനം ഡൽഹി. മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ 1ാമത് അസമിലെ ബനീർഹട്ട്. 2025 ലോക സ്മാരക നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള 2 സൈറ്റുകൾ മൂസി റിവർ ഹിസ്റ്റോറിക് ബിൽഡിംഗ്സ് ആൻഡ് ഭുജ് ഹിസ്റ്റോറിക് വാട്ടർ സിസ്റ്റംസ്. കമ്പാഷൻ ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന പേരിൽ അടുത്തിടെ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ലോകാരോഗ്യ സംഘടന. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയ രാജ്യം അമേരിക്ക. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 80. കഴിഞ്ഞ വർഷം 82 ആയിരുന്നു. നിലവിലെ സ്ഥാനം 80. 6 മാസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൗ 20 ബഹിരാകാശ കപ്പലിൽ 3 ബഹിരാകാശ യാത്രികരെ അയച്ച രാജ്യം ചൈന. 9 മാസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത് 2024 ജൂൺ 5. തിരിച്ചെത്തിയത് 2025 മാർച്ച് 19. യാത്ര തിരിച്ചത് 2024 ജൂൺ 5. തിരിച്ചെത്തിയത് 2025 മാർച്ച് 19. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കത്രീന കൈഫ്. 10G നെറ്റ്വർക്ക് പരീക്ഷിച്ച രാജ്യം ചൈന.
പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പതിപ്പ് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഇറ്റാലിയൻ പത്രമായ ഇൽ ഫ്ലോഗിയോ. കാനഡയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി മാർക്ക് കാർണി. കാനഡയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി മാർക്ക് കാർണി. കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിലെ ഇന്ത്യൻ വംശജരായ 2 വനിതകൾ കമൽ ഖേര, അനിത ആനന്ദ്. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ വ്യക്തി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്തർ. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പ. ലോകത്തിലെ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കുന്നത് IISc. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യ വൈദ്യുത വിമാനം അലിയ CX-300. 25,000 വർഷം പഴക്കമുള്ള മാമത്തുകളുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് ഓസ്ട്രിയ. ചൈന പുറത്തിറക്കിയ AI മോഡൽ ഡീപ്സിക്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി പ്രഖ്യാപിച്ച രാജ്യം UAE. പ്രോജക്റ്റ് വാട്ടർ വർത്ത്. ഫേസ്ബുക്ക് മാതൃക കമ്പനിയായ മെറ്റ 5 ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിച്ച് സമുദ്രാന്തർ കേബിൾ ശൃംഖലയൊരുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതി. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സോറൻ മിലനോവിച്ച്. ഡിജിറ്റൽ നയം 2025-27 പ്രഖ്യാപിച്ച് ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി AI അധിഷ്ഠ ഭരണകൂടമാകാൻ ഒരുങ്ങുന്നത് അബുദാബി. ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എഡിറ്റ്സ്. 2025 ജനുവരിയിൽ അന്തരിച്ച പുലിറ്റ്സർ പുരസ്കാര ജേതാവായ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തി ജൂൾസ് ഫൈഫർ. ലെബനന്റെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി കരസേന മേധാവി ജോസഫ് ഔൻ. വിവാഹപ്രായം 21 നിന്നും 18 കുറച്ച രാജ്യം UAE. ലെബനൻ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി നവാഫ് സലാം. ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ നിലവിലെ അധ്യക്ഷനാണ്. 2025 ഗ്ലേഷ്യർ സംരക്ഷണ ഉച്ചകോടിയുടെ വേദി തജിക്കിസ്ഥാൻ. 2025 ഗ്ലേഷ്യർ സംരക്ഷണ ഉച്ചകോടിയുടെ വേദി താജിക്കിസ്ഥാൻ. 2025 ജനുവരിയിൽ അയർലാൻഡിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഇയോവിൻ ചുഴലിക്കാറ്റ്. 2025 വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗത്തിന്റെ വേദി സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിനൽ വികസിപ്പിച്ചെടുത്ത ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ന്യൂ ഗ്ലെൻ റോക്കറ്റ്. 2025 ജനുവരിയിലെ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായി റിപ്പോർട്ട് ചെയ്തത് വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹാനോയി. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം ഇബു. 2025 ജനുവരിയിൽ അമേരിക്കയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം കാലിഫോർണിയ. AI ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഫ്രാൻസ്. US-ലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. 80 രാജ്യങ്ങളിലായി പുറത്തിറക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ്. 2025 ജനുവരിയിൽ ഭൂകമ്പമുണ്ടായ ടിബറ്റൻ പ്രദേശം ഡിൻഗ്രി കൗണ്ടി. ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി ചേർന്ന രാജ്യം ഇന്തോനേഷ്യ. മൊത്തം അംഗങ്ങളുടെ എണ്ണം 11. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം R വൈശാലി. ഇരുമ്പിന്റെ കുറവ് വിലയിരുത്താൻ അനീമിയ ഫോൺ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം കോർണൽ യൂണിവേഴ്സിറ്റി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇരുമ്പിന്റെ കുറവ് വിലയിരുത്താൻ അനീമിയ ഫോൺ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം കോർണൽ യൂണിവേഴ്സിറ്റി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
2025 UN എന്ത് വർഷമായി ആചരിക്കുന്നു? അന്താരാഷ്ട്ര സഹകരണ വർഷ പ്രമേയം. സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ലോകം നിർമ്മിക്കുന്നു. അന്താരാഷ്ട്ര ഹിമാനികളുടെ സംരക്ഷണ വർഷ പ്രമേയം. ഹിമാനികളുടെ സംരക്ഷണം. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് പ്രമേയം. ക്വാണ്ടം ശാസ്ത്രീയത്തിന്റെയും പ്രയോഗങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക. യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ്. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? വിക്രം മിശ്രി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവ. ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി വരുന്നത് അരവിന്ദ് ശ്രീവാസ്തവ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ വ്യക്തി നിധി തിവാരി. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ വ്യക്തി നിധി തിവാരി. നിലവിലെ BCCI പ്രസിഡന്റ് റോജർ ബെന്നി. നിലവിലെ BCCI പ്രസിഡന്റ് റോജർ ബെന്നി. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ പ്രസിഡന്റ് റോജർ ബെന്നി. BCCIയുടെ പ്രസിഡന്റ് റോജർ ബെന്നി. സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ആസാം ക്രിക്കറ്റ് താരം. തൊട്ട് മുൻപ് BCCIയുടെ സെക്രട്ടറി ആയിരുന്നത് ജയ്ഷാ. BCCI നിലവിൽ വന്നത് 1928 ഡിസംബർ 1. BCCI നിലവിൽ വന്നത് 1928 ഡിസംബർ 1. ആസ്ഥാനം മുംബൈ. BCCIയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ. 2024 മുതൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ. മുൻപ് രാഹുൽ ദ്രാവിഡ്. ഇന്ത്യയുടെ ഏകദിന ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. T20 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഏകദിന ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ടെസ്റ്റ് ടീം ശുഭ്മാൻ ഗിൽ. T20 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. വനിതാ ക്രിക്കറ്റ് ടീം പരിശീലകൻ അമോൽ മുസൂംദാർ. 2023 മുതൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ODI T20. വനിതാ ക്രിക്കറ്റ് ടീം പരിശീലകൻ അമോൽ മുസൂംദാർ. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. കോച്ച് ക്രെയ്ഗ് ഫുൾട്ടൺ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. കോച്ച് മനോലോ മാർക്സ്. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. കോച്ച് മനോലോ മാർക്സ്. നിലവിലെ ഇന്ത്യൻ UPSC ചെയർമാൻ അജയ് കുമാർ. നിലവിലെ ഇന്ത്യൻ UPSC ചെയർമാൻ അജയ് കുമാർ. ഉത്തർപ്രദേശ് സ്വദേശി. കേരള കേഡറിൽ നിന്ന് 1985 IAS ബാച്ച്. മുൻ പ്രതിരോധ സെക്രട്ടറി. 2019 മുതൽ 22 വരെ പ്രതിരോധ സെക്രട്ടറി. നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാർ. കേരള PSC ചെയർമാൻ MR ബൈജു. നിലവിലെ കേരള PSC ചെയർമാൻ MR ബൈജു. UGC ചെയർമാൻ വിനീത് ജോഷി. UGC ചെയർമാൻ വിനീത് ജോഷി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KN ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KN ശാന്തകുമാർ.
കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. 16ാമത് അരവിന്ദ് പനഗരിയ. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 15ാമത് നന്ദകിഷോർ സിംഗ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22-ന്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22-ന്. ആദ്യ അധ്യക്ഷൻ KC നിയോഗി. നിലവിലെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ KC നിയോഗി. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി VP മേനോൻ. അംഗമായ മലയാളി VP മേനോൻ. രണ്ടാമത്തെ അധ്യക്ഷൻ K സന്താനം. ആകെ അംഗങ്ങൾ 5. ചെയർമാൻ, അധ്യക്ഷൻ +4 അംഗങ്ങൾ. കാലാവധി 5 വർഷം. നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത്, റിപ്പോർട്ട് രാഷ്ട്രപതി. നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയ് മാർഗ്, ന്യൂഡൽഹി. ആർട്ടിക്കിൾ 280 ക്യോസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. നിലവിലെ അധ്യക്ഷൻ KN ഹരിലാൽ. 7ാമത് അധ്യക്ഷൻ KN ഹരിലാൽ. 6ാമത് SM വിജയാനന്ദ്. ആർട്ടിക്കിൾ 243I മുതൽ 243Y വരെ. നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-ന്. ആകെ അംഗങ്ങൾ 3. 7ാമത് അധ്യക്ഷൻ KN ഹരിലാൽ. പ്രഥമ അധ്യക്ഷൻ PM എബ്രഹാം. കേരള ധനകാര്യ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ PM എബ്രഹാം. നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി. 3ാമത് വൈസ് ചെയർമാൻ ആദ്യം അരവിന്ദ് പനഗരിയ. 2ാമത് രാജീവ് കുമാർ. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. നിലവിലെ സുമൻ ബെറി. 2ാമത്തേത് രാജീവ് കുമാർ. നീതി ആയോഗിന്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. 4ാമത്തേതാണ് BVR സുബ്രഹ്മണ്യം. ആദ്യം സിന്ധുശ്രീ ഗുള്ളാർ. 2ാമത് അമിതാഭ് കാന്ത്. 3ാമത് പരമേശ്വര അയ്യർ. നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. നിലവിലെ ചെയർമാൻ പിണറായി വിജയൻ. വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിൽ. ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. ആദ്യ ചെയർമാൻ EMS. നിലവിലെ ചെയർമാൻ പിണറായി വിജയൻ. ആദ്യ ചെയർമാൻ EMS. ആദ്യ വൈസ് ചെയർമാൻ MK ഹമീദ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 26ാമത് ജ്ഞാനേഷ് കുമാർ. നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശ് സ്വദേശി. 2025 ഫെബ്രുവരി 19 മുതൽ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. 1988 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറാണ്. ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിരുന്നു. 2021 മുതൽ 22 വരെ ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിരുന്നു. 2024 ജനുവരി 31-ന് അദ്ദേഹം ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2022 മുതൽ 24 കാലയളവിൽ 2024 ജനുവരി 31-ന് ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ.
2024 മാർച്ച് 14 മുതൽ 2025 ഫെബ്രുവരി 18 വരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. 25ാമത് രാജീവ് കുമാർ. 25ാമത് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ആദ്യ വനിത VS രമാദേവി. ആദ്യ മലയാളി TN ശേഷൻ. ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ, ആദ്യ വനിത VS രമാദേവി, മലയാളി TN ശേഷൻ. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ U ഗേൽക്കർ. ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാനത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി A ജയതിലക്. കാലാവധി 2026 ജൂൺ വരെ. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ. തൊട്ടു മുൻപ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആയിരുന്നു. 50ാമത്തെ ചീഫ് സെക്രട്ടറി A ജയതിലക്. തൊട്ടു മുൻപ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. കേരളത്തിൻ്റെ ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവാചാരി. 49ാമത്. തൊട്ടു മുൻപുള്ളത് ശാരദാ മുരളീധരൻ. ആദ്യത്തേത് NES രാഘവനാചാരി. ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി A ജയതിലക്. നിലവിലെ നബാർഡിൻ്റെ ചെയർമാൻ KV ഷാജി. നിലവിലെ നബാർഡിൻ്റെ ചെയർമാൻ KV ഷാജി. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നിലവിൽ വന്നത് 1982 ജൂലൈ 12. ആസ്ഥാനം മുംബൈ. നബാർഡിൻ്റെ രൂപീകരണ ശുപാർശ B ശിവരാമൻ കമ്മിറ്റി. ചെറുകിട വായ്പകളുടെ നിയന്ത്രിക്കാൻ കാർഷിക വായ്പകളുടെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഫണ്ട് നൽകുന്നത് RBIയും ലോകബാങ്കും. ചെറുകിട വായ്പകളുടെ നിയന്ത്രിക്കാൻ കാർഷിക വായ്പകളുടെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഫണ്ട് നൽകുന്നത് RBI, ലോകബാങ്ക്. നിലവിലെ LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹാന്തി. നിലവിലെ LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. നിലവിലെ SBI ചെയർമാൻ ചള്ള ശ്രീനിവാസലു സെറ്റി. നിലവിലെ സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡ. IRDAI ചെയർമാൻ ദേബശിഷ് പാണ്ഡ. നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദ്. റോ ഡയറക്ടർ രവി സിൻഹ. DRDO ചെയർമാൻ സമീർ V കാമത്ത്. നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ 16ാമത് അറ്റോർണി ജനറലാണ് R വെങ്കട്ടരമണി. 2022 ഒക്ടോബർ 1 മുതൽ. 15ാമത് KK വേണുഗോപാൽ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ്. ഭരണഘടനയിൽ അറ്റോർണി ജനറൽ വരുന്നത് ആർട്ടിക്കിൾ 76 ഭാഗം 5. ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. നിയമിക്കുന്നത് രാഷ്ട്രപതി. യോഗ്യത സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതകൾ. നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ആദ്യം CK ദഫ്താരി. ഇന്ത്യയിലെ 2ാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. ആർട്ടിക്കിൾ 165. ഇന്ത്യയുടെ ലോക്പാൽ AM ഖാൻ വിൽക്കാർ. അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ.
നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ഗാൻ വിൽക്കർ. ആദ്യത്തെ ലോക്പാൽ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. കേരളത്തിലെ ലോകായുക്ത എൻ അനിൽകുമാർ. ആദ്യത്തേത് PC ബാലകൃഷ്ണ മേനോൻ. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. തൊട്ടു മുൻപ് അരുൺകുമാർ മിശ്ര. ആദ്യത്തേത് രംഗനാഥ മിശ്ര. ആദ്യത്തെ മലയാളി KG ബാലകൃഷ്ണൻ. ആറാമത്. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ആദ്യത്തേത് MM പരീത് പിള്ള. പുതിയതായി അംഗമായത് V ഗീത. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂയോർക്ക്. 2024 ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ന്യൂയോർക്ക്. വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ വരുന്നത് കോനേരു ഹംപി. ഇന്ത്യ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ്. വനിതാ റാപ്പിഡ് ചെസ്സിൻ്റെ വേദി ന്യൂയോർക്കായിരുന്നു 2024. വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻ കോനേരു ഹംപി. ഇന്ത്യ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരി. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ടോക്കിയോ. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ടോക്കിയോ. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഗുമി, ദക്ഷിണ കൊറിയയാണ്. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഗുമി, ദക്ഷിണ കൊറിയ. അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് വേദി മലേഷ്യ. അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് വേദി മലേഷ്യ. ജേതാക്കളായത് ഇന്ത്യ. ടീമിൽ ഉൾപ്പെട്ട മലയാളി VJ ജോഷിത. അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൻ്റെ വേദി മലേഷ്യ. ജേതാക്കളായത് ഇന്ത്യ. ടീമിൽ ഉൾപ്പെട്ട മലയാളി VJ ജോഷിത. വേൾഡ് റോബോട്ട് ഒളിമ്പിയാഡ് 2025 നടന്നത് സിംഗപ്പൂരിൽ. 2024 വേദി തുർക്കിയായിരുന്നു. വേൾഡ് റോബോട്ടിക് ഒളിമ്പിയാഡ് 2025 നടന്നത് സിംഗപ്പൂർ. 2025 ഗ്ലേഷ്യർ സംരക്ഷണ ഉച്ചകോടിയുടെ വേദി താജിക്കിസ്ഥാൻ. 2025 ഗ്ലേഷ്യർ സംരക്ഷണ ഉച്ചകോടിയുടെ വേദി താജിക്കിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത് നീസ്, ഫ്രാൻസ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത് നീസ്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഐച്ചി നഗോയ, ജപ്പാൻ. 2024 ഹാങ്ഷു, ചൈനയായിരുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഐച്ചി നഗോയ, ജപ്പാൻ. 2023 ഹാങ്ഷു, ചൈന. ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക് 2025 നടന്നത് ദമാം, സൗദി അറേബ്യ. ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക് 2025 നടന്നത് ദമാം. ചാമ്പ്യൻസ് ക്രിക്കറ്റ് ട്രോഫി 2025 ദുബായ്. ചാമ്പ്യൻസ് ക്രിക്കറ്റ് ട്രോഫി 2025 ദുബായ്. 2025 കബഡി ലോകകപ്പ് വേദി വെസ്റ്റ് മിഡ്ലാൻഡ്സ്. 2025 കബഡി ലോകകപ്പ് വേദി വെസ്റ്റ് മിഡ്ലാൻഡ്സ്. കാലാവസ്ഥ ഉച്ചകോടി 2025 നടക്കുന്നത് 30ാമത് കാലാവസ്ഥ ഉച്ചകോടി ബെലോം, ബ്രസീൽ. 2024 നടന്നത് ബാക്കു, അസർബൈജാനിലായിരുന്നു. കാലാവസ്ഥ ഉച്ചകോടി 2025 വരുന്നത് ബെലോം, ബ്രസീൽ. 2024 ബാക്കു, അസർബൈജാൻ. ലോക പരിസ്ഥിതി ദിനം 2025 ജേജു ദ്വീപ്, ദക്ഷിണ കൊറിയ. 2024 സൗദി അറേബ്യയിലായിരുന്നു. ലോക പരിസ്ഥിതി ദിനം 2025 ജേജു ദ്വീപ്, ദക്ഷിണ കൊറിയ. ഏഷ്യൻ ഉച്ചകോടി 2025 ആതിഥേയത്വം വഹിക്കുന്നത് മലേഷ്യ. 2024 ഫിലിപ്പീൻസ്.
നാറ്റോ ഉച്ചകോടി 2025 നെതർലാൻഡ്സ്, 2026 തുർക്കി. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. AI ആക്ഷൻ ഉച്ചകോടി 2025 ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ്, 2026 ഇന്ത്യ. AI ആക്ഷൻ ഉച്ചകോടി 2025 ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ്, 2026 ഇന്ത്യ. ബ്രിക്സ് ഉച്ചകോടി 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 റിയോ ഡി ജനീറോ, ബ്രസീൽ. 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 നടക്കുന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 കസാൻ, റഷ്യ. 2026 ഇന്ത്യ. 2025 റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 നടന്നത് കസാൻ, റഷ്യ. 2026 ഇന്ത്യ. ബിംസ്റ്റെക് ഉച്ചകോടി 2025 വേദി തായ്ലൻഡ്. G20 ഉച്ചകോടി 20ാമത് G20 ഉച്ചകോടി 2025 ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2024 ബ്രസീലായിരുന്നു, റിയോ ഡി ജനീറോ. 2026 നടക്കുന്നത് USA. 2025 ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2024 നടന്നത് ബ്രസീൽ, റിയോ ഡി ജനീറോ. 2026 USA. G7 ഉച്ചകോടി 2025 വേദി കനാനാസ്കിസ്, കാനഡ. 2024 ഇറ്റലിയിൽ നടന്നു. 2026 ഫ്രാൻസ്. G7 ഉച്ചകോടി 2025 കാനഡ, 2024 ഇറ്റലി, 2026 ഫ്രാൻസ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനവേദി വിശാഖപട്ടണം. 2025 അന്താരാഷ്ട്ര യോഗാ ദിനവേദി വിശാഖപട്ടണം. 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നാസിക്, മഹാരാഷ്ട്ര. 2025 പ്രഥമ ദേശീയ മീഡിയേഷൻ സമ്മേളന വേദി ന്യൂഡൽഹി. 110ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2025 നടക്കുന്നത് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2025 നടക്കുന്നത് ഉത്തർപ്രദേശ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ 7ാം സെഷൻ നടന്നത് ന്യൂഡൽഹി. 2025 7ാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാർ. 1ാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 7ാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാർ. 1ാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 ഗേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി. 2025 ഗേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി. 1ാമതെത്തിയ സംസ്ഥാനം ഹരിയാന. കേരളത്തിൻ്റെ സ്ഥാനം 13. IPL ഫൈനലിന് വേദിയായത് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക് വേദി ഭുവനേശ്വർ, ഒഡീഷ. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൻ്റെ വേദി ഭുവനേശ്വർ, ഒഡീഷ. 2025 ചെസ് ലോകകപ്പ് വേദിയാകുന്നത് ഇന്ത്യ. 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി സിംഗപ്പൂർ, വിജയ് ഡി ഗുഗേഷ്. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി സിംഗപ്പൂർ. 2025 വേദി ഇന്ത്യ. 2024 വിജയ് ഡി ഗുഗേഷ്, ഇന്ത്യ. 2025 10ാമത് റെയ്സിന ഡയലോഗ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി ഇന്ത്യ. പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി ഇന്ത്യ. 2025 വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2025 വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. എയറോ ഇന്ത്യയുടെയും ഏവിയേഷൻ എക്സിബിഷൻ്റെയും 2025 പതിപ്പിൻ്റെ വേദി ബാംഗ്ലൂർ. 2025 നടക്കുന്ന ചതുർരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത് ഇന്ത്യ. നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ചെന്നൈ. നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ചെന്നൈ.
2025 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. ഭാഗ്യചിഹ്നം മൗളി. 2025 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ്. ഭാഗ്യചിഹ്നം മൗളി. ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 വേദിയാകുന്നത് ന്യൂഡൽഹി. ഓട്ടോമൊബൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 വേദിയാകുന്നത് ന്യൂഡൽഹി. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യ. മുംബൈ. വേവ് സമ്മിറ്റ് 2025 മുംബൈ. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് മുംബൈ, ഇന്ത്യ. 2024 ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് നടന്നത് ന്യൂഡൽഹി. 2024 ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് നടന്നത് ന്യൂഡൽഹി. 25ാമത് അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 25ാമത് അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് 2025 വേദി റാഞ്ചി. ഓവറോൾ ചാമ്പ്യന്മാർ കേരളം. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് 2025 വേദി റാഞ്ചി. ഓവറോൾ ചാമ്പ്യന്മാർ കേരളം. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഭുവനേശ്വർ. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഭുവനേശ്വർ. 72ാമത് ലോക സുന്ദരി മത്സരത്തിൻ്റെ വേദിയായത് ഹൈദരാബാദ്, തെലങ്കാന. ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2025 സ്ട്രോബെറി ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. 2025 സ്ട്രോബെറി ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ. വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് 2025 വേദി ന്യൂഡൽഹി. വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് 2025 വേദി ന്യൂഡൽഹി. കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന കേരള വനിതാ ലീഗ് KWL വേദി തൃശ്ശൂർ. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ അത്ലറ്റിക് മീറ്റ് 2025 വേദി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ അത്ലറ്റിക് മീറ്റ് 2025 വേദി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. 2024 സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി കോഴിക്കോട്. കുടുംബശ്രീ നേതൃത്വത്തിൽ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം. ജേതാക്കൾ വയനാട്. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് ചെങ്ങന്നൂർ. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ വേദി തിരുവനന്തപുരം. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വേദി കൊച്ചി. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 വേദി കൊച്ചി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി 2025 വേദി കൊച്ചി. 2025 2ാമത് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വേദി വർക്കല, തിരുവനന്തപുരം. 2025 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് വേദിയായത് ബേപ്പൂർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം. വിജയികൾ തൃശ്ശൂർ ജില്ല. കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് 2024 കൊച്ചി. വിജയികൾ തിരുവനന്തപുരം. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2025 വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ. 2025 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാമത് പതിപ്പിന് വേദിയായത് കോഴിക്കോട്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർട്ട്.
ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഭക്ഷണ വിതരണ പദ്ധതി ലഞ്ച് ബെൽ. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ലഞ്ച് ബെൽ. മാർച്ച് 5, 2024 ഇത് ആരംഭിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതി എന്നിടം. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ കേരളത്തിലെ ഹാപ്പിനെസ് സെൻ്ററുകൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ കേരളത്തിൽ ഹാപ്പിനെസ് സെൻ്ററുകൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ. മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പരിപാടി ജൽഗൽസ. മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പരിപാടി ജൻഗൽസ. ഓണത്തിനായി പൂവ്, പച്ചക്കറി കൃഷി എന്നിവ ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി നിറപ്പൊലിമ 2024, ഓണക്കനി 2024. ഓണത്തിനായി പൂവ്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി നിറപ്പൊലിമ, ഓണക്കനി. വീട്ടുജോലികൾ, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി കിക്ക് സെർവ്. വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി കിക്ക് സെർവ്. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കനസ് ജാഗ പദ്ധതിയുടെ ഭാഗമായി ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഹസ്യചിത്രമേള നടന്നത് എറണാകുളം. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ ചിക്കൻ വീടുകളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി മീറ്റ് ഓൺ വീൽസ്. കുടുംബശ്രീ ചിക്കൻ വീടുകളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി മീറ്റ് ഓൺ വീൽസ്. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി വേനൽ മധുരം. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി വേനൽ മധുരം. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി KTIC. ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഓക്സെല്ലോ. ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പയിൻ ഓക്സെല്ലോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1998 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരണം നൽകിയ നൂതന സംവിധാനമാണ് കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ. പദ്ധതികൾ വിദ്യാഭ്യാസം. യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. വിദ്യാഭ്യാസ ഉന്നമനത്തിനായി എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം, മൈ സ്കൂൾ മൈ പ്രൈഡ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മൈ സ്കൂൾ മൈ പ്രൈഡ്, എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്.
ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതി തമിഴ് പുതൽവൻ സ്കീം. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച ആൺകുട്ടികൾക്ക് ബിരുദ പഠനത്തിനോ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോൾ പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന തമിഴ്നാട് സർക്കാർ പദ്ധതി തമിഴ് പുതൽവൻ സ്കീം. സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആസാം. സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ചത് ആസാം. അടുത്തിടെ CM സാത്ത് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. CM സാത്ത് എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള UGC പദ്ധതി അസ്മിത. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാനുള്ള UGC പദ്ധതി അസ്മിത. ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി PM വിദ്യാലക്ഷ്മി. ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി PM വിദ്യാലക്ഷ്മി. +2 വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാനൊരുങ്ങുന്നത് കാട്ടാക്കട. +2 വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാനൊരുങ്ങുന്നത് കാട്ടാക്കട. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന സംരംഭം പഠിപ്പുറസി. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന സംരംഭം പഠിപ്പുറസി. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി കിനാവ്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യത തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി കിനാവ്. സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ്. സ്കൂളുകളിൽ ഹിന്ദി പഠിക്കാൻ കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ്. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോൾ കേരള. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാർ പദ്ധതി സ്കോൾ കേരള.